Hi friends, once again welcome back to our channel SreeSha Vlogz. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തന്തൂരി ചിക്കൻ പിസ്സ എങ്ങനെ വീട്ടിലുണ്ടാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പോൺസർഡ് വീഡിയോ ആണ്. ഈ പിസ്സ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിനിതയാണ്. ഈരാറ്റുപേട്ടയിലുള്ള നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, വെൽവിഷറാണ്. ഷിനിത ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നയാളാണ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കേക്ക്സ്, ബർഗർ, പിസ്സ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷിനിതയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. 250 ml കപ്പാണ്, അതിൽ 2 കപ്പ് മൈദ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലെ ചെറിയൊരു കപ്പ് എടുത്താലും മതിയാവും. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒലിവ് ഓയിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി കഴിയുമ്പോഴേക്കും 1 കപ്പ് വാം വാട്ടർ എടുക്കാം. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് 2 പിസ്സ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഒരെണ്ണം മതിയെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻറ്റ്സിൻ്റെ നേരെ പകുതി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. നമുക്കിനി ബീറ്റർ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിൽ തേച്ചിട്ട് നമുക്ക് ആ മാവിലും കൂടെ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. നമുക്കൊരു നനച്ച വെള്ള തുണിയിട്ട് മൂടി വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മുടെ പിസ്സ ബേസിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ആവറേജ് സൈസിലുള്ള പിസ്സ ട്രേയിലേക്ക് സൺഫ്ലവർ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിസ്സ ബേസിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എടുത്ത് ഈ ട്രേയിൽ പരത്തി കൊടുക്കാം. നമ്മൾ പരത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രേയുടെ എഡ്ജിലേക്കും കയറിയിരിക്കുന്ന പോലെ വേണം പരത്തി കൊടുക്കാൻ. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ബേസിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടോപ്പിങ്സിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങാനും പിന്നെ ടോപ്പിങ്സ് നന്നായിട്ട് വെന്ത് കിട്ടാനുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സോസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ഒരു 5 തക്കാളി ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലഷും സ്കിന്നും സെപ്പറേറ്റ് ആയിട്ട് വരും. നമുക്കിത് 2 സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം ഈ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ടൊമാറ്റോ സോസ്, ഒറിഗാനോ ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ് എന്നിവ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ഫ്ലേക്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന വറ്റൽമുളകാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇത് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പിസ്സ സോസ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചീസ് ഗ്രേറ്റ് ചെയ്തിടുക എന്നതാണ്. എല്ലാ പോർഷനും കവർ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിടുക. ഇപ്പോൾ നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ടോപ്പിങ്സ് കൊടുക്കാം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാബേജ് ആണ്. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഫ്രൈ ചെയ്തെടുത്ത ചെറിയ ചിക്കൻ പീസസ് ആണ്. ഈ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും സാധനം അപ്ലൈ ചെയ്തതിന് ശേഷമാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പിലിട്ട 3 ഒലിവ് സീഡിൻ്റെ ഫ്ലഷ് ആണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് പോർഷനും കവർ ചെയ്യുന്ന പോലെ നന്നായി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒറിഗാനോ ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമുക്ക് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ അവനിലേക്ക് വയ്ക്കാം.
ഏകദേശം 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. സോ ഗായ്സ്, ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡിയായി. ഇനി നമുക്കിത് അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് പിസ്സ ട്രേയിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. സോ ഗായ്സ്, നമ്മുടെ തന്തൂരി ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ സൈനിങ് ഓഫ് ശ്രീഷ വ്ളോഗ്സ്. എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്.